വീണ്ടും ഒരു നോമ്പുകാലത്തിലേക്ക് നാം വന്നിരിക്കുന്നു. നമ്മുടെ ആന്തരിക, ആത്മീയ, സാമൂഹിക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റവും രൂപാന്തരവും ഉണ്ടായി അത് നമ്മുടെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഓർക്കേണ്ടതാവുന്നു. നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവായ സാത്താനിൽ നിന്നും തോൽക്കാത്ത ആയുധവും ആണ്. എല്ലാ മനുഷ്യരുടെയും രൂപാന്തരത്തിനും അനുതാപത്തിനും പുതുക്കത്തിനും ആഹ്വാനം നൽകുന്ന കാലം. ദൈവിക വഴികളുമായി പൊരുത്തപ്പെടാത്ത ഒരു ജീവിതത്തിൽ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒന്നിലേക്കുള്ള മാറ്റം അല്ലെങ്കിൽ പുതുക്കമാണ് വേദപുസ്തക അർത്ഥത്തിൽ രൂപാന്തരം അഥവാ പരിവർത്തനം. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയാൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുന്നുവെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന 2 ചിറവ് കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് പറന്നുയരാം എന്നതാണ്. അതുകൊണ്ട് ഈ വർഷത്തെ നോമ്പാചരണം നമ്മളിൽ ഒരു രൂപാന്തരവും ആത്മീയ ശക്തിയെ പുതുക്കുന്നതിനായും ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. John 18:33-38. The truth of Christ's kingdom അഥവാ ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ സത്യം. ഈ ഭാഗത്ത് കാണുന്ന അഗാധമായ സത്യങ്ങളിൽ പീലാത്തോസിന്റെ മുമ്പാകെ യേശു തന്റെ രാജ്യത്വം വെളിപ്പെടുത്തുന്നതും ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്നതും എന്നുള്ളതാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ യേശുവിന്റെ വിചാരണയുടെയും പീലാത്തോസിന്റെ ചോദ്യം ചെയ്യലിന്റെയും രംഗമാണ് കാണുന്നത്. അവിടെ അധികാരത്തിന്റെയും സത്യത്തിന്റെയും 2 വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് കാണാം. പീലാത്തോസ് റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതിനിധി, ഭൗതിക അധികാരത്തിന്റെ പ്രതീകം. യേശു ദൈവരാജ്യത്തിന്റെ പ്രതിനിധി, സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകം. യഹൂദന്മാർ യേശുവിനെ വധിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ റോമൻ അനുമതിയില്ലാതെ അവർക്ക് അത് സാധ്യമല്ലായിരുന്നു. അതിനാൽ അവർ യേശുവിനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിന്റെ മരണത്തിലൂടെ താൻ പറഞ്ഞ പ്രവചനങ്ങൾ പൂർത്തിയാകണമെന്ന് ദൈവത്തിന് ഉണ്ടായിരുന്നു. പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു മറുപടി പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. യേശുവിന്റെ രാജ്യം അധികാരത്തിന്റെയോ ഭൗതിക സമ്പത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ളതല്ല, മറിച്ച് സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. പീലാത്തോസ് സത്യം എന്താണ് എന്ന് ചോദിച്ചു. എന്നാൽ സത്യം തന്റെ മുന്നിൽ നിൽക്കുകയാണെന്ന് തിരിച്ചറിയുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. 37-ാം വാക്യത്തിൽ യേശുവിന്റെ സാക്ഷ്യം ഇങ്ങനെയാവുന്നു, സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് ഞാൻ ജനിച്ചത്, അതിനുവേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നതും. സത്യമുള്ളവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്നു. യേശുവിന്റെ സാക്ഷ്യം ലോകത്തിന് വെളിച്ചം നൽകുന്നു. എന്നാൽ ലോകം ആ വെളിച്ചം സ്വീകരിക്കാൻ തയ്യാറായില്ല. പീലാത്തോസ് യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. എന്നിട്ടും ജനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. അധികാരത്തിന്റെ മുന്നിൽ സത്യം പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്തു നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട 3 ചിന്തകൾ. ഒന്നാമതായി, സത്യം തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവ്. പീലാത്തോസിനെ പോലെ നാമും പലപ്പോഴും സത്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും അത് കാണാതെ പോകുന്നു. ദൈവം ഓരോ വ്യക്തിയിലും പ്രത്യേക കഴിവുകൾ നൽകപ്പെട്ടിരിക്കുന്നു. ഈ കഴിവുകൾ ദൈവത്തിന്റെ സേവനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ദൈവനാമ മഹത്വത്തിനുമായി ഉപയോഗിക്കാം. നമ്മൾ സത്യം കണ്ടെത്താനുള്ള കഴിവ് മനസ്സിലാക്കി അവയെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി, ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കാനുള്ള നമ്മുടെ ശക്തി. സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ നമുക്ക് ധൈര്യം ഉണ്ടാകണം. ജീവിതത്തിലെ വെല്ലുവിളികളിലും പ്രതിസന്ധികളിലും ദൈവം നമുക്ക് ശക്തി നൽകുന്നതായി ഫിലിപ്പിയൻസ് 4:13 നമുക്ക് കാണാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു.
ഈ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ശക്തി ഉണ്ടെന്നാണ്. നമുക്ക് പ്രതിസന്ധികളിൽ നിന്ന് ഉയരാൻ ദൈവത്തിൽ വിശ്വാസം വെക്കേണ്ടതുണ്ട്. ദൈവം തൻ്റെ ശക്തിയാൽ നമ്മെ മുന്നോട്ട് നയിക്കും. നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിൽ വിശ്വാസം വെക്കേണ്ടതും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സഹായം നേടേണ്ടതുമാണ്. നമ്മൾ കടന്നു പോകുന്ന ചലഞ്ചസുകളിൽ ദൈവത്തിൻ്റെ ശക്തി അനുഭവപ്പെടട്ടെ. മൂന്നാമതായി, യേശുവിൻ്റെ രാജ്യം സ്നേഹത്തിൻ്റെയും നീതിയുടെയും രാജ്യമാണ്. മാത്യു 6:33 പറയുന്നത് പോലെ, അതിനാൽ നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കൂ എന്നതാണ്. ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ ജീവിതത്തിന് ദൈവത്തിൻ്റെ ആജ്ഞകൾ പാലിക്കുന്നതിനും അവൻ്റെ ഇഷ്ടങ്ങൾ അനുസരിക്കുന്നതിനും ഉള്ളതാണ്. ദൈവത്തിൻ്റെ സത്യവും നീതിയും നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിനും അവൻ്റെ ചിന്തകൾ അനുസരിക്കുന്നതിനുമുള്ള ഒരു നിർദ്ദേശമാണ് ഈ വചനത്തിൽ നിന്നുള്ള പ്രേരണ. നമ്മൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയുമായി ബന്ധപ്പെട്ടിരിക്കുക എന്നതാണ്. നമ്മുടെ ദിവസവുമുള്ള കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ വഴികളെ നോക്കുകയും അതിൽ കൂടി നടക്കുകയും ചെയ്യുന്നത് നമ്മെ വിശ്വാസത്തിൽ വളരാൻ സഹായിക്കും. നമ്മൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുമ്പോൾ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം നൽകുമെന്ന് വിശ്വസിക്കാം. അതുകൊണ്ട് ഈ വചനഭാഗം നമ്മെ ചിന്തിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. സത്യത്തിന് സാക്ഷ്യം വഹിപ്പാനും യേശുവിൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിപ്പാനും നമുക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് us all.